തത്വമയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. (2026) സ്വാഗതം. ഡിവൈൻ GPS ആക്ടിവേറ്റ് ചെയ്യാൻ ഋഗ്വേദത്തിൽ നിന്നൊരു സീക്രട്ട് ഫോർമുലയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 2026 നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണല്ലോ. പുതിയ വർഷം, പുതിയ സ്വപ്നങ്ങൾ, പുതിയ പ്രതീക്ഷകൾ. സുഹൃത്തുക്കളെ, നമുക്ക് ചുറ്റുമുള്ള ലോകം ഒന്ന് നോക്കൂ. നമ്മളിൽ മിക്കവരുടെയും കയ്യിൽ ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. 10,000 തൊട്ട് ലക്ഷങ്ങൾ വിലയുള്ള ഫോണുകൾ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഫോണിൽ വൈഫൈ കണക്ഷനോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലെങ്കിൽ അതെന്തായിട്ട് മാറും? വേറൊരു കളിപ്പാട്ടം മാത്രമായിട്ട് ഇന്നാൾ ഇതിനെ കാണും. ഡിസ്പ്ലേയിൽ തെളിയുന്ന വെളിച്ചമല്ലാതെ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല എന്ന് വരും. നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും ഏതാണ്ട് ഇതുപോലെയാണ്. പ്രയത്നമില്ലാത്ത പ്രാർത്ഥന പോലെ വൈഫൈ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ. പ്രയത്നമില്ലാത്ത പ്രാർത്ഥന പോലെയാണ് വൈഫൈ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ. തിരിച്ചു പറഞ്ഞാൽ, വൈഫൈ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ പോലെയാണ് പ്രയത്നമില്ലാത്ത പ്രാർത്ഥന. പ്രാർത്ഥന എന്ന മൊബൈലിന് ഫലം നൽകണമെങ്കിൽ പ്രയത്നം എന്ന വൈഫൈ കണക്ഷൻ കൂടി വേണം. ഈ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ 2026 സ്വീകരിക്കാൻ. ഋഗ്വേദത്തിലെ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം എങ്ങനെയാണെന്നറിയാമോ? ഇച്ഛന്തി ദേവാഹ സുന്വന്തം എന്നാണ്. ഇച്ഛന്തി ദേവാഹ സുന്വന്തം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വേദം പറഞ്ഞു വെച്ച ഈ സത്യം ഇന്നും പ്രസക്തമാണ്. ദേവന്മാർ പുരുഷാർത്ഥിയെ അഥവാ പ്രയത്നിക്കുന്നവനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ദേവന്മാർ പുരുഷാർത്ഥിയെ അഥവാ പ്രയത്നിക്കുന്നവനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ലളിതമായി പറഞ്ഞാൽ, ദൈവങ്ങൾക്ക് ഇഷ്ടം ആക്ഷൻ എടുക്കുന്നവരെയാണ്. ദൈവം നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ ആമസോൺ അലക്സയോ പോലെയൊന്നുമല്ല. ഹൈ ഗോഡ്, എനിക്കൊരു ജോലി തരൂ എന്ന് ചോദിച്ചാൽ ഉടൻ അത് കൊറിയറായിട്ട് വീട്ടിലെത്തില്ല എന്നുറപ്പാണ്. വേദം പറയുന്ന സുന്നന്തം എന്ന വാക്കിന് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 അർത്ഥം പറയാം. 1, അപ്ഡേറ്റ് ചെയ്യുന്നവനായിരിക്കണം. ഒരാപ്പ് പോലെ സ്വയം അത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നവീകരിച്ച് വരണം. 2, ഗ്രൈൻഡ് ചെയ്യാൻ കഴിയുന്നവനാവണം. കുറുക്കു വഴി തേടാതെ കഠിനാധ്വാനം ചെയ്യുന്നവനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. 3, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയുള്ളവനായിരിക്കണം. 4, പ്രോ ആക്റ്റീവ് ആവണം. അവസരങ്ങൾക്കായി കാത്തു നിൽക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് പ്രോ ആക്റ്റീവ്. ഒക്കെ സുന്നന്തമാണ്. 5, സെൽഫ് സ്റ്റാർട്ടറാണ്. ആരെയും ആശ്രയിക്കാതെ സ്വയം തുടങ്ങുന്നവർ. ആർക്കും വേണ്ടി കാത്തിരിക്കുക, അവർ വന്ന് സഹായിക്കും, ആരും സഹായിക്കില്ല. നമ്മൾ തന്നെയാണ് സെൽഫ് സ്റ്റാർട്ടർ. ഇതൊക്കെ സുന്നന്തം എന്നതിൻ്റെ ശരിയായ അർത്ഥമാണ്. നിങ്ങൾ ഈ 4 ഗുണങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ദേവതാപ്രസാദം നേടിയവർ തന്നെയാണ്, സംശയം വേണ്ട. 2026 4 വിജയസൂത്രങ്ങൾ ഇത് വെച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഈ വർഷം നമുക്ക് എങ്ങനെ മികച്ചതാക്കാൻ കഴിയും എന്ന് ഇതിനകം നിങ്ങൾ ചിന്തിച്ച് കാണും. വേദം പറയുന്ന 4 പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ 2026 ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. നോക്കൂ, ഒന്നാമത്തെ കാര്യം നമ്മുടെ കരിയറും സമ്പത്തുമാണ്. അതാണല്ലോ അർത്ഥം എന്ന് പറയുന്നത്. വെറുതെ പ്രാർത്ഥിച്ചിട്ട് നെറ്റ്ഫ്ലിക്സ് കണ്ട് ഉറങ്ങിയാൽ പണം വരുമോ? ഇല്ല. പ്രാർത്ഥനയോടൊപ്പം പുതിയ സ്കില്ലുകൾ പഠിക്കുക, ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് നടത്തുക, ഇതൊക്കെയാണ് സുന്നന്തം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു തുടങ്ങും, സംശയം വേണ്ട. 2, ശാരീരിക ധർമ്മമുണ്ട്. ആരോഗ്യവും ഫിറ്റ്നസ്സുമാണത്, ആ ധർമ്മം. അപ്പോൾ അർത്ഥവും അത് കഴിഞ്ഞ് ധർമ്മം വരികയാണ്. ആരോഗ്യം തരൂ എന്ന് പ്രാർത്ഥിച്ചിട്ട് ജങ്ക് ഫുഡ് കഴിച്ചിരുന്നാൽ രോഗം മാത്രമേ വരൂ. പ്രാർത്ഥനയോടൊപ്പം 45 മിനിറ്റ് വ്യായാമം കൂടി നല്ല രീതിയിൽ ശീലിച്ചു എന്ന് വിചാരിക്കുക, നല്ല ഉറക്കമുണ്ട് എന്ന് വിചാരിക്കുക, തീർച്ചയായും ദൈവം നിങ്ങളുടെ ശരീരത്തെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. 3 കാര്യം ബന്ധങ്ങളാണ്. കാമം എന്ന അർത്ഥത്തിലെടുത്താൽ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നല്ലൊരു പങ്കാളിയെ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ നമ്മൾ
ആദ്യം നല്ല മനുഷ്യനാവണം. നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മനുഷ്യനാവാൻ പറ്റൂ. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നാലാമതായിട്ട് മനസ്സമാധാനം. അതിനെ നമുക്കിന്ന് മോക്ഷം എന്ന് വിളിക്കാം. താൽക്കാലിക മോക്ഷമാണ് മനസ്സമാധാനം എന്ന് വെക്കാം. അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ, പ്രേക്ഷകർക്കറിയാം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സങ്കടപ്പെടാതെ ദിവസവും കുറച്ച് സമയം ധ്യാനത്തിന്, മെഡിറ്റേഷന് വേണ്ടിയിട്ടും നന്ദി പ്രകടിപ്പിക്കാനും ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ മാറ്റിവെക്കുക. വളരെ പ്രധാനമാണിത്. പുരാണങ്ങളിലെ ആക്ഷൻ ഹീറോകളെ നമ്മളൊന്ന് നോക്കൂ. നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് മാത്രം വിജയിച്ച ഒരാളെ പോലും നിങ്ങൾക്ക് നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളിൽ കാണാൻ കഴിയില്ല. അർജുനനെ നോക്കൂ. കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട്, പക്ഷേ അർജുനൻ പാതിരാത്രിയിലും ആയോധനകല പരിശീലിച്ചിരുന്നു എന്ന് നമുക്ക് മഹാഭാരതം വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഹനുമാനെ നോക്കൂ. അദ്ദേഹം രാമഭക്തനായിരുന്നു, പക്ഷേ സീതയെ കണ്ടെത്താൻ സമുദ്രം ചാടി കടക്കാനുള്ള പ്രയത്നം അദ്ദേഹം നടത്തിയതുകൊണ്ടാണ്. ആ പ്രയത്നത്തിൻ്റെ കൂടെ രാമൻ്റെ അനുഗ്രഹവും ഉണ്ടായി, ശ്രീരാമൻ്റെ അനുഗ്രഹവും ഉണ്ടായി. ഇവിടെയാണ് സക്സസ് ഫോർമുല രൂപപ്പെടുന്നത്. പ്രാർത്ഥന പ്ലസ് പ്രയത്നമാണ്. പ്രാർത്ഥന ഒരു 10% ഉണ്ടെങ്കിൽ പ്രയത്നം 90% ഉണ്ടെങ്കിൽ 100% വിജയം എന്ന രീതിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. പ്രാർത്ഥന മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഭഗവാന് പോലും സഹായിക്കാൻ പറ്റില്ല. പ്രയത്നം മാത്രം ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ തളർന്നു പോകും. അതുകൊണ്ട് പ്രയത്നത്തോടൊപ്പം പ്രാർത്ഥനയും വേണം എന്നർത്ഥം. എന്നാൽ രണ്ടും ചേരുമ്പോൾ നിങ്ങളൊരു ഡിവൈൻ GPS ആക്ടിവേറ്റ് ആവും. ഇത് വെച്ച് 2026 ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് മുതൽ നമുക്ക് ഒരു മാറ്റം തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുക്കുക. ആ ചാലഞ്ചിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഒരു ആക്ഷൻ പ്ലാൻ. തിങ്കളാഴ്ച ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മളൊരു ലക്ഷ്യം വെക്കുക. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആ ഗോളിനായിട്ട് ദിവസവും ഒരു ചെറിയ കാര്യം ചെയ്യുക. ദിവസവും ചെയ്യണം, കൺസിസ്റ്റൻ്റായി ചെയ്യണം. ശനിയാഴ്ച നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്ന് വിലയിരുത്തുക. എന്തെങ്കിലും പോരായ്മ വന്നോ, എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കാം. ഞായറാഴ്ച അടുത്ത ഒരാഴ്ചയ്ക്കായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഓർക്കുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ തൻ്റെ കഴിവുകൾ വളർത്തുകയാണ്. പ്രപഞ്ചം എപ്പോഴും അവരെയാണ് റിവാർഡ് ചെയ്യുന്നത്, അവർക്കാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത്. അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ദൈവം നിങ്ങളുടെ ഊബർ ഡ്രൈവറല്ല, കോ പൈലറ്റ് മാത്രമാണ്. ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ തന്നെ ഇരിക്കണം, സ്റ്റിയറിംഗ് നിങ്ങൾ തിരിക്കണം. അപ്പോൾ വഴി കാണിച്ചു തരാൻ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഗ്രൈൻഡ് ഫസ്റ്റ്, പ്രേ ഓൾവേസ്, സക്സസ് ഗ്യാരണ്ടീഡ്. ഇതാണ് നമ്മുടെ ഭാരതീയ തത്വചിന്തയുടെ ഉള്ളടക്കം. 2026 നിങ്ങൾക്ക് ഓരോരുത്തർക്കും മികച്ച ഒരു വർഷമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും പ്രയത്നശീലരായി മുന്നേറൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമസ്തേ.